ആദ്യമായിട്ട് എല്ലാവർക്കും നമ്മുടെ ഈ ബയോട്ടോറിയം ഫാമിലിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഈ സൂമിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചെയ്യുന്ന, നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു. നമ്മളിന്ന് 6 AM ക്ലബിലേക്ക് എന്നെ MC ആയി പരിഗണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ തീരുമാനം ഏറ്റെടുത്തുകൊണ്ട് MC ആയി ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മളെ ഈ ബയോട്ടോറിയം ഫാമിലി ഉറക്കം വന്നിട്ടും ഉറങ്ങാതെ ഈ സമയത്തും എല്ലാവരും ഈ ക്ലബിലേക്ക്, സൂമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്റെ അപ്ലൈനായിട്ടുള്ള, എന്റെ ലീഡറായിട്ടുള്ള വളരെയധികം വളരെ വലിയ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള നമ്മളുടെ ഈ ബയോട്ടോറിയം ഫാമിലിയിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് വനിതകളുടെ ഇടയിൽ പ്രമുഖ വനിതയായ ഗോൾഡൻ ബെൽ എന്നറിയപ്പെടുന്ന തങ്കമണി മാഡമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടപ്പള്ളി സ്വദേശിയാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നായരമ്പലം വൈപ്പിൻ സ്വദേശിയാണ്. ഞാൻ ഒരു കൊല്ലം ആയി ഈ ബയോട്ടോറിയം ഫാമിലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഏറെ വിശ്വസ്തമായ ഒരു പ്രൊഡക്റ്റും ഒരു പാക്കേജും നമ്മൾക്ക് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സായ മനോജ് തൃപ്പൂണിത്ര സാറായാലും വിനോദ് സാറായാലും അഭിലാഷ് സാറ്, ഡാനി സാറ്, MBR സാറ്, മറ്റുള്ള എല്ലാ ബെന്നി ജോസഫ് സാറ്, തങ്കമണി മാഡം, സരിത മാഡം, മിനി ജോയ് മാഡം, ടീച്ചർ എന്നുള്ള എല്ലാ പരിഗണനയും ഞാൻ വളരെയധികം സന്തോഷത്തോടെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ എപ്പോഴും വീഡിയോ ഓൺ ചെയ്യാറില്ല. ഏത് സമയത്തും ഞാൻ നടക്കാൻ പോയവർക്കും സൂം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈകല്യം കാരണമാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത്. ഇന്നലെ ഞാൻ എറണാകുളം BOP-യിൽ വെച്ച് എല്ലാവരെയും കണ്ടായിരുന്നു. മിനീഷ് സാർ അടക്കമുള്ള ആൾക്കാരെ കണ്ടിരുന്നു, സംസാരിച്ചു, പരിചയപ്പെട്ടു. എല്ലാ രീതിയിലും എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സൂം പ്രസന്റ് ചെയ്യുന്നതിലേക്ക് നമ്മളുടെ പ്രമുഖ വനിതയായ, കവിയത്രി കൂടിയായ, വളരെ എല്ലാ മേഖലകളിലും 10ഓളം മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള എന്റെ അപ്ലൈൻ ലീഡറായ നമ്മുടെ പ്രിയങ്കരിയായ ഗോൾഡൻ ബെല്ല് എന്ന നാമധേയം സ്വീകരിച്ചിട്ടുള്ള തങ്കമണി മാഡമാണ് നമ്മുടെ ഈ സൂം മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അതിലേക്ക് പറയുകയാണെങ്കിൽ വളരെയധികം സാമർഥ്യത്തോടെ ഈ ബയോട്ടോറിയം ഫാമിലിയെ മുന്നോട്ട് നയിക്കുവാനും, എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ലീഡറാണെങ്കിൽ തന്നെ എല്ലായിടത്തും എത്തേണ്ട സമയത്ത് കൃത്യസമയങ്ങളിൽ എത്തുകയും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ, യേശുനാഥൻ പറഞ്ഞതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം തന്നെ ആയിരിക്കണം ഈ ബയോട്ടോറിയത്തിലും നമ്മൾ ചെയ്യേണ്ടത്. അത് ഖുർആൻ പറയുന്നത് പോലെ നമ്മളുടെ അടപ്പ് പുകയുമ്പോൾ അവിടുത്തെ അടുത്ത വീട്ടിലെ അടപ്പും പുകയണം എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമ്മളുടെ ഈ ബയോട്ടോറിയം ഫാമിലിയിലേക്ക്, ഈ പ്രസന്റേഷനിലേക്ക്, ഈ 6 AM ക്ലബിലേക്ക് ഹാർദമായി നമ്മളുടെ പ്രമുഖ വനിതയായ മിസ്സിസ് തങ്കമണി മാഡത്തിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ആന്റണി സാറേ. താങ്ക് യു സാറിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാക്കുകൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരണം രാവിലെ തന്നെ ഒരു ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ഒന്നിച്ച് കഴിച്ചിട്ടുള്ള ഒരു ഫീൽ ഇപ്പൊ ഉള്ളത്. ഇതൊക്കെ കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഈ 6 AM ക്ലബിൽ പങ്കെടുക്കുന്ന ഓരോ ലീഡേഴ്സിന്റെ ഒരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ആരാണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആന്റണി സാറിനോട് വളരെയധികം അഭിമാനമുണ്ട്.
കാരണം സാറ് എന്നെ പറ്റി സ്റ്റഡി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ല. ഒരുപാട് താങ്ക്സ്. ഞാൻ എന്റെ പേര് ഗോൾഡൻ ബെല്ലി. ഞാൻ എടപ്പള്ളി, എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ്. ഇന്ന് നമ്മളുടെ ടൈം ഇപ്പൊ 6:15 നമുക്ക് നമ്മളുടെ ഇന്നത്തെ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലേ? ഇപ്പൊ നമ്മളുടെ വളരെ തിരക്കുള്ള ഒരു ലൈഫിൽ കൂടിയാണ് നമ്മളെല്ലാവരും ഓരോ ദിവസം ഉണരുന്നതും ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം തിരക്കുള്ള ഒരു ടൈമില്ല. ഇപ്പൊ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഏർലി മോർണിംഗ് എഴുന്നേൽക്കണം, മക്കളെ സ്കൂളിൽ വിടേണ്ട പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം, ഹസ്ബൻഡിന് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടേതായ ഫുഡ് കാര്യങ്ങളും മറ്റു കാര്യങ്ങള്, പേരൻസ് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വേണം ഒരു ലേഡിക്ക് ജോലിക്കായിട്ട് പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് രാഗെ 2 കൈകള് ദൈവം തന്നിട്ടുള്ളെന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡിൽ പോലും ഒരു 10 പേര് ചെയ്യേണ്ട കാര്യങ്ങള് അവരുടെ ബ്രെയിനിൽ കൂടി പോകുന്നത്. പക്ഷെ എല്ലാ മനുഷ്യരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും അതിനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോവാനായിട്ട് നമ്മൾ എന്നും ദൈവത്തെ നന്ദിയോടുകൂടി ഒരു കുറഞ്ഞ ടൈമിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇന്ന് ഈ പുലരിയെ സ്വീകരിക്കാനായിട്ട് ഇന്ന് 6 AM ക്ലബിലുള്ള ഓരോ മെമ്പേഴ്സിനും സാധിച്ചു. കാരണം അതുകൊണ്ടാണ് ഇന്ന് ഇത്രത്തോളം പേരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ സൂമിൽ നമുക്ക് നേരിട്ട് കാണാനും അല്ലെങ്കിൽ ശ്രവിക്കാനും സാധിച്ചത്. ഇന്നലെ നമ്മുടെ കൂടെ തന്നെ ഈ നിദ്രയിൽ ഉണ്ടായിരുന്ന ഉണരാത്ത ഒരുപാട് ആളുകളും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. കാരണം ഓരോ പുലരിയും ഓരോ പുതിയ ദിവസങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ്, ജീവിതത്തിലോട്ട് ഉള്ള ഒരു പുതിയ കാൽവെപ്പുകളാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉണരുമ്പോൾ തുടങ്ങി നമുക്ക് ഈ പുലരി സമ്പാദിച്ച സർവേശ്വരനോടും ഈ പ്രപഞ്ചത്തിനോട് നമുക്ക് ജന്മം തന്ന നമ്മളുടെ മാതാപിതാക്കളോടും അല്ലെങ്കിൽ ഒരു 7 തലമുറയുടെ ഭാഗ്യമാണെന്ന് പറയുന്നു നമ്മളുടെ ഈ ഒരു മനുഷ്യ ജന്മം. അപ്പൊ ജന്മാന്തരങ്ങളായിട്ട് നമുക്ക് വന്ന് ചേരുന്ന ഒരു മഹാഭാഗ്യമാണ് ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. ഇത് എന്റെ ഒരു നോളജാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പുലരിയെ സമ്മാനിച്ച ഇതിനോടും ഈ സർവേശ്വരനോട് നമ്മൾ ആദ്യം തന്നെ നന്ദി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. എങ്കിലും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടി ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ജനിച്ചാൽ മരണത്തിലോട്ടുള്ള ദൂരമാണ് ഒരാളുടെ ജീവിതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുമിള പൊട്ടുന്ന പോലെയാണ് മഴ പെയ്താൽ വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാവുന്നത്. കുമിള പെട്ടെന്ന് അണിഞ്ഞു തീരും ഇല്ലേ? അതുപോലെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാരും ജനിച്ച് മരണത്തിലോട്ടുള്ളൊരു ദൂരം മാത്രമുണ്ട്. ആ ഒരു ദൂരത്തിന് ഇടക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഒരു ബന്ധങ്ങളാണ് ഇന്ന് ഈ സൂമിലുള്ളവര്. ഏതോ ഒരു നാട്ടിലുള്ള ആളുകള് അല്ലെങ്കിൽ ഇന്നത്തെ സൂമില് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾ, ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഒപ്പം സഞ്ചരിച്ചിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് തന്നെ സർവേശ്വരനോട് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിച്ച ഏതൊക്കെയോ വ്യക്തിത്വങ്ങളോടും ഒരുപാട് നന്ദി പറയുന്നു. കാരണം നമ്മൾ ഒരു 10 വർഷം, ഒരു 15 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ലായിരുന്നു.
അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞെന്ന് പറയുന്നത് നമ്മളുടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം യൂത്ത് ഈ ഒരു ഡിജിറ്റൽ യുഗത്തില് ജീവിക്കുന്നു. നമ്മള് യൂത്തിന്റെ ഒപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ബിസിനസ് ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. നമ്മളൊരു ഒരു കേരളത്തിൽ ഒരു കാർഷികമായിട്ടുള്ള ഒരു ജോലികളൊക്കെ എല്ലാവരും തന്നെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലോട്ടും ഈ ഒരു ഇന്റർനെറ്റ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സിലോട്ടും നമ്മൾ ചേക്കേറിയത് എന്ന് പറയാ. അപ്പൊ അതിനും സർവേശ്വരനോട് എല്ലാവരോടും എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കുക. ആ ഒരു ടൈമിൽ നമ്മളുടെ ഒപ്പം ഈ ബയോടെറിയം ചെയ്യുന്ന നമ്മളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ എന്നെ ഈ ഒരു ഞാൻ ഫസ്റ്റിലെ എൻ്റെ കുടുംബം, നമ്മുടെ ജന്മം, ആ ഒരു നന്ദി പറയുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ആരാണോ നമ്മളെ കൊണ്ടുവന്നത്, ചിലപ്പോൾ ആ വ്യക്തികളൊന്നും നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഓരോ യാത്രകളിലും പലരും പല വഴിക്ക് പിരിഞ്ഞു പോവാറുണ്ട്. ഒരു പുഴ ഒഴുകുമ്പോൾ ആ പുഴ വേറെ കൈവരിയിലും കൂടി ഒഴുകി ചേരുന്നത് പോലെ നമ്മളുടെ യാത്രകളിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്നവരുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് തന്നവരുണ്ടാവില്ല. പക്ഷെ ഇന്ന് നമുക്ക് സപ്പോർട്ട് തരുന്നത് ആരോ, അവർക്കും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നിമിഷം കൂടി നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു വലിയൊരു കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഇപ്പൊ ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് ആന്റണി സാർ. ആന്റണി സാർ എന്നെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അപ്ലൈൻ ലീഡർ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഡൗൺലൈൻ, നമ്മളുടെ ഒരു ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു വൈബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈനും ഡൗൺലൈനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് ഏവർക്കും കാണാൻ സാധിച്ചത്. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ലീഡേഴ്സിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് ആ ലീഡറും ആ ഡൗൺലൈനും തമ്മിലുള്ള നല്ലൊരു ഡീപ്പായിട്ടുള്ള ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെപ്പോഴും ആ ലീഡർ ഉൾപ്പെടെ അവരെ താഴേക്കുള്ള ടീമുകൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കും. ബിസിനസ് സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്ലൈൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒരു നമ്മളൊരു തമാശക്കാണെന്നുണ്ടെങ്കിൽ പറയാം, കളരി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ 18ാമത്തെ അടവാണ് ഞാൻ പരീക്ഷിച്ചത് എന്ന് പറയും. കുറച്ച് ഈഗോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 18 അടവും പയറ്റിയിട്ടും രക്ഷയില്ല എന്ന് തോന്നും. അപ്പൊ ഒരു കളരി അഭ്യാസിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവര് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അടവ് ഒഴിച്ചിട്ട് 17 അടവും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അടുത്ത ആളുകളിലോട്ട് കൈമാറുമ്പോൾ ഇത് തന്നെ അവര് ഫോളോ ചെയ്യും. അപ്പോൾ ആ 18ാമത്തെ അടവ് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ താഴെ വരുന്നവര് കിട്ടാറില്ല. പക്ഷെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, നെറ്റ്വർക്ക് അറിയാത്ത ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്നതും നമ്മളെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ലീഡർഷിപ്പിൽ നിൽക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായിരിക്കാം. ഇപ്പൊ ആന്റണി സാർ സൂചിപ്പിച്ചു, ഇവിടെ കോട്ടയത്തുള്ള മിനിമേ, നമ്മുടെ സൂമിന്റെ നിറസാന്നിധ്യമാണ് മിനിമേ, പ്രൊഫഷൻ ടീച്ചിങ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആ മിനിമേഡത്തിന്റെ ആ പോസിറ്റീവ് ആ ഒരു വൈബ്, ആ ഒരു പ്രസന്റേഷൻ, ആ ഒരു സ്പീച്ച്, ആ സൂമിൽ മാഡം സംസാരിക്കുമ്പോൾ മാത്രം കാണുന്ന ചില സ്ക്രീൻ ഷെയറിങ്ങിന്റെ പല ഭാഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നമ്മളുടെ കമ്പനി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എടുത്തിട്ടുള്ള ലൈസൻസും മറ്റു കാര്യങ്ങളും അത് ടീച്ചർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത്, ഞാൻ ഒരിക്കൽ ടീച്ചറോട് ചോദിച്ചു, മറ്റ് ലീഡേഴ്സിന്റെ സ്ലൈഡിലൊന്നും ഇതില്ലല്ലോ ടീച്ചർ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് എടുത്തതാണ് ഗോൾഡൻ ബെല്ല് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് ശ്രദ്ധിച്ചപ്പോ ഒരിക്കൽ എൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ഇത് സംസാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ വിജയിക്കാനായിട്ട് ബയോടെറിയം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗോൾഡൻ ബെൽ എന്ന വ്യക്തിയിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവും, അതിലുപരി ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും.
ഉപരി ഉണ്ടാകാം എന്നല്ല, ഉണ്ട്. നമ്മൾ ആരും തികഞ്ഞ വ്യക്തികളല്ല. അഭിസാർ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ആരും പൂർണ്ണരല്ല. അപ്പൊ നമ്മളൊരു 100% നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ്, ഇപ്പൊ എന്നിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിസിനസ് സംബന്ധിച്ച് ഒരാൾക്ക് മോട്ടിവേഷൻ ആണ് വിധത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ട് അത് സ്വീകരിക്കും. അത് തന്നെ ആന്റണി സാറ് പറഞ്ഞത്. മിനി ടീച്ചർ എടുത്തു പറഞ്ഞപ്പോ മിനി ടീച്ചർ എന്ന ആ ഒരു ലേഡി ലെജൻഡിന്റെ കഴിവിനെ അദ്ദേഹം ശ്രദ്ധിച്ചു. താഴെ തട്ടിന്ന് വളർന്നു വരുന്ന, നെറ്റ്വർക്ക് എന്താണെന്ന് അറിയാത്ത ലീഡേഴ്സിനെ നമ്മളുടെ കൂടെ സൂമിൽ നിറസാന്നിധ്യമായിട്ടുള്ള ആളുകളുണ്ട്. അല്ലെ BOP-യിൽ പ്രസന്റേഷൻ ചെയ്യുന്ന ആന്റണി സാറ് പറഞ്ഞോട്ടെ, വിനോദ് സാറിന്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം ടൂൾസ് ഉണ്ട്. എനിക്ക് ഏറെ അഭിമാനമാണ്. ബയോടെറിയത്തിൽ അദ്ദേഹം എന്റെ മെന്ററാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം ടൂൾസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ. അപ്പൊ നമ്മള് ഒരാളിൽ നിന്ന് അവരുടെ കഴിവ് എന്താണ് നാം അവരുടെ അനുവാദം ചോദിക്കാതെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിലോട്ട് അല്ലെങ്കിൽ ഉപബോധ മനസ്സിലോട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാള് അത് സ്വീകരിച്ച് ഏറ്റെടുത്ത് അവരത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് അറിയുന്നില്ല. പക്ഷേ ആ വ്യക്തി അവര് നിരന്തരം സ്റ്റഡി ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവര് കണ്ടെത്തിയിട്ടുള്ള പോയിന്റുകളായിരിക്കാം നമ്മളുടെ ഈ ഒരു മണിക്കൂർ സെഷനിലോട്ട് അത് പറയുന്നത്. ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്ത് എനിക്കത് സക്സസ് ആക്കാൻ പറ്റി എന്ന് ചിലപ്പോ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു സത്യമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഞാൻ സൂം അറ്റൻഡ് ചെയ്താല് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ അത് മോഷ്ടിക്കാറുണ്ടോ, അല്ലെങ്കിൽ കട്ടെടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അത് ക്യാച്ച് ചെയ്യാറുണ്ട് എന്ന് പറയുക. പക്ഷെ ഞാൻ ആ വ്യക്തികളെ വിളിച്ചിട്ട് അത് എനിക്ക് ഇഷ്ടമായി, ചില കാര്യങ്ങളിൽ ഞാൻ പറയും, എല്ലാ കാര്യത്തിലും പറയാറില്ല. പക്ഷെ എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ ദൈവമേ. അവർ അത്രയും സ്റ്റഡി ചെയ്ത് പറഞ്ഞിട്ടും എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ സൂം അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും സൂം ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, സൂമിൽ ആളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തിന് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിർബന്ധമായിട്ട് പറഞ്ഞെങ്കിലേ നമുക്ക് അത് ജീവിതത്തിൽ അതൊരു സക്സസിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ നമ്മുടെ എറണാകുളം BOP ആയിരുന്നു. എറണാകുളം BOP-ക്ക് നമ്മുടെ വടകര സ്വദേശിയായിട്ടുള്ള ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിനീഷ് സാർ വന്നു. സാറിനോട് ഞാൻ സംസാരിച്ചു. സാറിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകള്, നമ്മളുടെ ഗീർ പശുവിന്റെ നെയ്യ്, പിന്നെ ബെറി ജ്യൂസ്, പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സീവക്ടോൾ, പിന്നെ മോർ പവറിനെ പറ്റി സംസാരിച്ചു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മോർ പവറിനെ പറ്റി മിനീഷ് സാറ് നല്ല വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി. ഇതുവരെ നമ്മളുടെ KBC സൂമ ഇതുവരെ വെക്കാത്ത പ്രോഗ്രാമിൽ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമായിട്ട് അത് എനിക്ക് തോന്നി. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മിനീഷ് സാറിന്റെ ആ ഒരു സെഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ആരും കണ്ടെത്താത്ത പല പോയിന്റുകളും അദ്ദേഹം ആ ഒരു സൂമിൽ ഉൾപ്പെടുത്തി. ഞാൻ ഇന്നലെ യാദൃശ്ചികമായിട്ടാണ് എറണാകുളം BOP-ൽ മിനീഷ് സാറിനെ കണ്ടത്. മിനീഷ് സാറിനോട് ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ ആ മോർ പവറിനെ പറ്റിയിട്ടുള്ള സെഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. സാർ എവിടെന്നാ ഇത്രത്തോളം നോളജ് സ്റ്റഡി ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ എനിക്ക് മോർ പവർ കമ്പനി, നമ്മളുടെ ബയോടെറി കമ്പനി ഏറ്റെടുക്കുന്നതിന് മുമ്പേ സാറിന് മോർ പവർ എന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയായിരുന്നു. അദ്ദേഹം അത് സ്റ്റഡി ചെയ്യുകയും അതിൽ നിന്നുള്ള കുറെ ഭാഗങ്ങൾ നമ്മളുടെ സൂമിൽ അത് ഉൾപ്പെടുത്തുകയും അത് പിന്നീട് യൂട്യൂബിൽ അതൊരു നമ്മളുടെ പ്രോഗ്രാം അത് വരികയും ഒരുപാട് ആളുകൾക്ക് എനിക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അദ്ദേഹം ആ ഒരു പ്രോഗ്രാം മികവുറ്റതാക്കാനും നമ്മുടെ ബയോടെറി കമ്മ്യൂണിറ്റിയിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച് അദ്ദേഹം എല്ലാവർക്കും അത് നല്ല സപ്പോർട്ടാണ് വിധത്തിൽ ആ പ്രസന്റേഷൻ ചെയ്തു. ഇതിൽ എത്ര പേര് ഇതൊക്കെ സ്വീകരിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ അത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാനും
അവർക്ക് വേണ്ട വിധത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞ് അത് ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മളുടെ ലീന മാമിന്റെ യൂട്യൂബ് ചാനലിൽ അത് വന്നു. ഞാനത് ആ ടൈം തന്നെ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആന്റണി സാർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്ക് പേഴ്സണലി ഇട്ട് കൊടുക്കുകയും അവരുടെ അടുത്ത് ഇതിനെ പറ്റി സ്റ്റഡി ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ മോർ പവറിന്റെ മിനീഷ് സാർ അവതരിപ്പിച്ച ആ മോർ പവറിന്റെ ആ ഒരു ക്ലാസ് വെച്ചിട്ട് പിറ്റേ ദിവസം മോർ പവറിന്റെ 4 ബിസിനസ് ഞാൻ എടുത്തു. അപ്പൊ എനിക്ക് അന്നും മിനീഷ് സാറിനോട് ഒരു നന്ദി പറയാൻ സാധിച്ചില്ല. പക്ഷെ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നലെ യാദൃശികമായിട്ട് മിനീഷ് സാറിനെ കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ നേരിട്ടല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗ്യം തന്ന ഈശ്വരനോട് അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി തീർച്ചയായിട്ടും പറയണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും രക്ഷപ്പെടാനും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താനും ഒരു സമാധാനവും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ബയോട്ടറിയം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ഒരാളെങ്കിലും ഇത് ആവർത്തിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എന്റെ ഈ ഒരു സെഷൻ ആർക്കെങ്കിലും ഉപകാരമാകുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇവിടെ പരാജയപ്പെടുത്തിയവർ നമുക്ക് ധാരാളം ഉണ്ടാകും. എന്നെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് എണ്ണിയാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ എണ്ണാറില്ല, എഴുതാറില്ല. പക്ഷെ അതിനൊന്നും വേണ്ടി ഞാൻ സമയം മാറ്റി വെക്കാറില്ല. കാരണം നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലംസ് തരും ഇല്ലേ? അപ്പൊ ഇത് യൂണിവേഴ്സിന്റെ ഒരു നിയമം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇന്നിപ്പോ ബയോട്ടറിയം ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കാണാം. എന്നോട് നമ്മളുടെ കൂടെ ഉള്ള ഒരു ലേഡി പറഞ്ഞു, എന്ന് എന്റെ കയ്യിൽ 10 രൂപ വരുന്നു മാഡം, അന്ന് അത് 20 അല്ലെങ്കിൽ 25 ചെലവായി പോകും എന്ന് പറയും. ശരിയാണ്. നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അത് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സംഭവാമി യുഗേ യുഗേ. അപ്പൊ നമ്മൾ ആ ഒരു ഇതില് നമ്മള് വറീഡായിട്ട് കാര്യമില്ല. അത് സംഭവിക്കാനുള്ളത് സംഭവിക്കും. നമുക്ക് അത് ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജമാണ് നമുക്ക് വേണ്ടത്. ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഡൗൺ ആയിട്ട് വീണു പോവരുത്. ആ പ്രോബ്ലത്തെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് ആ പ്രശ്നത്തിന്റെ ഒപ്പം തന്നെ അവിടെ ഒരു പരിഹാരം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആരും തന്നെ പരിഹാരം എന്ന് ആലോചിക്കാതെ ഈ പ്രശ്നത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോ വീണ്ടും വീണ്ടും നമ്മളിലോട്ട് പ്രശ്നങ്ങൾ തന്നെ വരത്തുള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾ വരുന്ന പ്രശ്നങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കാതെ എല്ലാത്തിനും പണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു 80% പ്രോബ്ലങ്ങളും ഓരോരുത്തർക്ക് വരുന്നത്. നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും നടക്കാനുള്ള കാര്യങ്ങൾ നടക്കും, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. കാരണം സാമ്പത്തികം നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ 0 ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഒരു ചികിത്സ ആവശ്യമായിട്ട് ആർക്കെങ്കിലും വന്നാൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത മറ്റെന്ത് കാര്യങ്ങൾ വന്നാൽ പോലും നമ്മളുടെ ആ ഒരു സർക്കിളിൽ നിന്ന് തന്നെ അതിനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തും ഇല്ലേ? പക്ഷെ നമ്മൾ ഈ ഫണ്ട് ചോദിക്കാൻ എടുക്കുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ എഫക്റ്റ് നമ്മൾ ഈ ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഇതിൽ കാണിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ തന്നെ നമ്മൾ ഈ ഫണ്ട് ഇപ്പൊ അത്യാവശ്യത്തിന് ഒരു ഹോസ്പിറ്റൽ കേസോ മറ്റോ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ട് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും തന്നെ അയക്കുന്നത്. ഞാൻ ഒരു ഫണ്ട് ഒരാൾക്ക് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് കഴിയുമ്പോൾ തന്നെ ഞാൻ എന്റെ ബാലൻസ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യും.
അപ്പൊ ഞാൻ അടുത്ത നിമിഷം ഓർക്കും, ഓ ദൈവമേ ഇത്ര ഉള്ളല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ ഞാൻ അത് മനസ്സിലാക്കിയപ്പോ ഞാൻ അത് തിരുത്താൻ ശ്രമിച്ചു. ഇപ്പൊ ഞാൻ അത് തിരുത്തിക്കൊണ്ട് പോകുന്നോണ്ട് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ. അതെന്താ ചെയ്തതെന്ന് വെച്ചാല്, ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴും നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ക്യാഷ് മേടിക്കുന്നുള്ളൊരു എഫക്ട് കൊടുക്കുമ്പോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളുടെ കാര്യം കഴിഞ്ഞു. നമ്മൾ കാര്യം കഴിയാനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താല, അല്ലെങ്കിൽ INR കൊടുത്താൽ പോലും നമ്മൾ വിഷമത്തോടുകൂടി കൊടുക്കുന്നത്. നമ്മളുടെ വീട്ടിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു, ഇപ്പൊ ബയോടെറിയത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് വന്നാൽ പോലും നമ്മൾ അവര് പോവാൻ നേരത്തെ എന്താ പറയുന്നത്, അവർക്ക് നമ്മൾ ഭക്ഷണം എല്ലാം ചായയൊക്കെ കൊടുത്തിട്ട് വിടുന്നത്, എന്നിട്ട് പോയിട്ട് വീണ്ടും വരണോട്ടോ അങ്ങനെ പറയാറുണ്ട് എല്ലാവരും, അല്ലെ? അത് നമ്മുടെ സന്തോഷമാണ്. അപ്പൊ ആ കേൾക്കുന്ന വ്യക്തിക്ക് അവരുടെ മനസ്സ് ഹാപ്പിയായി, വീണ്ടും അങ്ങോട്ടേക്ക് വരാനായിട്ട് അവരുടെ മനസ്സിൽ ഒരു താല്പര്യം വരും. ഏതെങ്കിലും ഒരു സമയത്ത് ആ വഴിക്ക് പോകുമ്പോഴ, അല്ലെ നമ്മള് പിന്നീടാണെന്നുണ്ടെങ്കിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഗൂഗിൾ പേ ചെയ്യുമ്പോഴോ ഫോൺ പേ ചെയ്യുമ്പോ അല്ലെ ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോ ആരും ചിന്തിക്കാറില്ല. നമ്മൾ പണത്തെ സ്നേഹിക്കുക, പക്ഷെ ആർത്തിയോടുകൂടി അല്ലെങ്കിൽ ദൊരയോടുകൂടി അത് വിട്ടുകൊടുക്കാതെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മണി. അപ്പൊ അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഈ പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ നമ്മൾ പോയിട്ട് തിരിച്ചു വരണം എന്ന് പറയുന്നത് പോലെ, നമ്മളുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് വേറൊരാളിലോട്ട് നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ ഈ യൂണിവേഴ്സിനോട് പറയുക, താങ്ക് യു, ഇത് പോയിട്ട് വീണ്ടും അതിന്റെ ഇരട്ടിയായിട്ട് എന്നിലോട്ട് തന്നെ വരിക. ഞാനത് പറഞ്ഞു, ഞാനത് ശീലിച്ചു. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല്, ഞാൻ ഒരുപാട് ഫണ്ട് എപ്പോഴും ഡീൽ ചെയ്യാറുണ്ട്. പക്ഷെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ വരുന്നു പോകുന്നു, എന്റെ അക്കൗണ്ടിൽ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് സംഭവിക്കുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവസാന നിമിഷത്തിൽ ഈശ്വരന്റെ ഒരു ഇടപെടൽ എന്നതുപോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നെ സംബന്ധിച്ച് ഒരു സീറോയിലായിരുന്നു. കാരണം എന്റെ അക്കൗണ്ടിൽ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. ഫണ്ടിന് ധാരാളം ക്യാഷ് വരും, അത് അതേപോലെ തന്നെ സെക്കൻഡിൽ തന്നെ പോവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഇതേപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഞാൻ അവരോട് എപ്പോഴും നന്ദി പറയാറുണ്ട്. അവരത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമ്മളൊരു ഓട്ടോയില് യാത്ര ചെയ്തല്ല, ആ ഓട്ടോന്ന് ഇറങ്ങി ആ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കുമ്പോ പോലും ഞാൻ താങ്ക്സ് അങ്ങനെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ ശീലിച്ചു. അപ്പൊ പക്ഷെ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ക്യാഷ് കൊടുക്കുമ്പോ, ഞാൻ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കുമ്പോഴും ഞാൻ പറയാറില്ല നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് പോയിട്ട് തിരിച്ചു വരണം എന്ന് പറയുന്നത് പോലെ സന്തോഷത്തോടുകൂടി ഞാൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കും ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് എന്ന് നമ്മൾ ഒരാൾക്ക് ക്യാഷ് കൊടുക്കുന്നു എങ്കിൽ മാത്രം നമ്മളിലോട്ട് അത് തിരിച്ചു വരുള്ളൂ എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. എന്റെ അനുഭവത്തിൽ അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. ഞാൻ അതും കൂടി ഇവിടെ എല്ലാവരിലോട്ട് ഷെയർ ചെയ്യണത്. കാരണം നമ്മൾ വിഷമത്തോടുകൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പണം നമ്മളിലോട്ട് തിരിച്ചു വരില്ല. ഇത് പറയാനുണ്ടായിട്ട് കാരണം നമ്മളെല്ലാരും ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ പലരും ബിസിനസ് ചെയ്യും, ഫാമിലി ബോണസ് നമ്മുടെ അക്കൗണ്ടിൽ വരും, അത് ചെലവാകും. അത് വരുമ്പോ നമുക്ക് സന്തോഷം, അത് ചെലവായി കഴിയുമ്പോ നമ്മൾ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ പിന്നെ ഭയങ്കരമായിട്ട് അത് ചുരുങ്ങിപ്പോയ അവസ്ഥയിലോട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ആ മൈൻഡ് സെറ്റിനെ നമ്മളൊന്ന് ഹൈ ആയിട്ട് ഉയർത്തി വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ 6820 രൂപ ഫാമിലി ബോണസ് കിട്ടിയെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് ചെലവാക്കിയാലും അതിനകത്ത് മിച്ചം നമ്മുടെ
അക്കൗണ്ടിൽ നിലനിൽക്കണമെങ്കിൽ നമുക്കത് തന്ന നമ്മുടെ ടീമിനോടും നമുക്ക് ആ ഒരു ബിസിനസ് അനുകൂലമാക്കാനായിട്ട് നമ്മളുടെ ഒപ്പം നിന്ന് നമ്മുടെ ലീഡേഴ്സ് ഉണ്ടാകും. ചിലപ്പോ ഒരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷനിൽ ആരുടെയെങ്കിലും ഒരു വാക്കിന്റെയെങ്കിലും ഒരു എനർജിയിലായിരിക്കാം ചിലപ്പോൾ അവിടെ ക്ലോസിങ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിലോ ഒരു മിനിറ്റിലോ ആയിരിക്കും ആ ഒരു ക്യാച്ചിങ് പവറിൽ ആ ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പൊ അതില് നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം എത്രയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 450 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നാൽ പോലും അതിന് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അവരോട് കടപ്പെട്ടിരിക്കണം, നന്ദി പറയണം. ഇത് ശീലിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നല്ലൊരു മാറ്റം വരാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു നമ്മളുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് എന്നും പ്രോബ്ലംസാ. അതിന്റെ കാരണം അവരൊരു ഹൗസിംഗ് ലോൺ എടുത്ത്, ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനത്തിൽ കൂടുതൽ അവർക്ക് ചെലവുണ്ട്, ലോണുണ്ട്. അവര് ഓടിയെത്താൻ പറ്റാത്ത അത്ര ഉയരത്തിലോട്ട് അവരെ ഹൗസിംഗ് ലോൺ ഉയർന്നു. പക്ഷെ എന്നും ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരവസ്ഥ. പക്ഷെ അവരൊരിക്കലും നന്ദി പറയില്ല. എപ്പോഴും അടുത്ത ആളുടെ അടുത്ത് വാങ്ങിക്കുക, അടുത്ത ആളുടെ അടുത്ത് വാങ്ങിക്കുക, അടുത്ത ആളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുക എന്നുള്ളൊരു മനോഭാവം വരുന്നു. ഞാൻ ചേച്ചി എന്നിട്ട് എന്നെ എപ്പോഴും വിളിച്ച് സങ്കടവും കരച്ചിലും ഇതായിരുന്നു. ഞാൻ എന്റെ ഒരു സർക്കിളിൽ കുറച്ച് പേരെയൊക്കെ മെന്ററാണ്. അവർക്ക് ഒരു പ്രോബ്ലം വരുമ്പോ ഏത് 12 മണിക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ. ചിലപ്പോ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും മാനസികമായിട്ട്. അപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചേഞ്ച് വരും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന കുറച്ച് ആളുകൾ എനിക്കുണ്ട്. അപ്പൊ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി നമ്മൾ കൊടുക്കുന്ന പണത്തിനും കിട്ടുന്ന പണത്തിനും നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ചേച്ചി ശീലിക്ക്. എങ്ങനെയാലും ചേച്ചിക്ക് കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ളൊരു ഇത് വരും എന്ന് പറഞ്ഞു. ഇപ്പൊ ആ ചേച്ചി ഒരു 45 ദിവസമായി ആക്സിഡന്റ് പറ്റിയിട്ട്. ആള് റെസ്റ്റ് ആണ്. പക്ഷെ നിലവിലുണ്ടായിരുന്ന ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ കിട്ടുന്ന വരുമാനം വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നിനും തികയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വീട്ടിലാണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഒരു 100 രൂപക്കാണെന്നുണ്ടെങ്കിൽ അവര് നന്ദിയുള്ള ഒരാളുകളായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിച്ചു. മറ്റൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമിലുള്ളവര് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി. ഇപ്പൊ ആന്റണി സാറ് വർക്കിനായിട്ട് ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ന് സൂമിൽ ഇരിക്കുന്ന എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവര്. ഇപ്പൊ സെലിമിക്ക കൊടുങ്ങല്ലൂര്, അദ്ദേഹം സൂമിന്റെ നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ഒരു ടീമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ആ ടീമിൽ നിന്നാണ്. എനിക്ക് കിട്ടുന്നതും നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്നതും ആ ടീം എടുക്കുന്ന, അവര് വെയിലും മഴയും മഞ്ഞും കൊണ്ടുപോയി എടുക്കുന്ന കഷ്ടപ്പെടുന്ന ആ ഒരു ബിസിനസ്സിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും തന്നെ വരുമാനം കിട്ടുന്നത്. ഇതെല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ സൂചിപ്പിക്കാനുണ്ടായ ഒരു കാര്യം എല്ലാവരും ഒരു മിനിറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. കാരണം ഇത് ഇപ്പൊ ഞാൻ പറയുന്ന കാരണം എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു കാര്യവും ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു കഥ പറയാം. ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എനിക്ക് വളരെ പരിചയമുള്ള ഒരു വർഷത്തിൽ മേലെയായിട്ട് പരിചയമുള്ള ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ ഇന്നത്തെ സൂമിൽ ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ലീഡർഷിപ്പിലുള്ള ഒരാളാണ്. അതുകൂടാതെ ആണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് ക്ലാസ് നല്ല രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ സബ്ജക്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും
എത്ര വലിയ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എത്രയൊക്കെ ബിസിനസ് എടുത്താലും എന്തൊക്കെ ചെയ്താലും പല ടൈമിലും പലരും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യം മറന്നു പോകാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികൾ, നമ്മളെ സഹായിച്ചവര്, സലീമിക്കയുടെയും ആന്റണി സാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലേ, നമ്മുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. നമ്മൾ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് എടുത്തു ചാടി ഒരു മോഹത്തിന്റെ ഇതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ടീമിനെ ആയിരിക്കും. അത് മാത്രമല്ല, ഇവിടെ ഗോൾഡൻ ബെൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയും. എനിക്കൊരു ഫാമിലി ഉണ്ട്. അപ്പൊ എന്റെ ഏക വരുമാനം ഈ ബയോടെറിയം കമ്പനിയുടെ നമ്മുടെ MD തരുന്ന ഒരു വരുമാനമാണ്. അത് എനിക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രം എനിക്ക് കിട്ടുകയുള്ളൂ. മനോജ് സാർ പറയുന്ന പോലെ സീ മോർ പീപ്പിൾ സിയർ മോർ പീപ്പിൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ അടുത്ത ആളുകളിലോട്ട് നമ്മൾ നമ്മുടെ ടീമായിട്ട് പോയെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ MD തരുള്ളൂ. വെറുതെ ഇരിക്കുന്ന ഒരാൾക്കും MD ഒന്നും കൊടുക്കത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒരു 3-3.5 വർഷത്തോളം ഈ കമ്പനിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ബിസിനസ് വയ്ക്കുകയും ചെയ്തിട്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് മറ്റാരോ പറയുന്ന മോഹന വാഗ്ദാനങ്ങളുടെ കൂടെ പോയിട്ട് ഇന്ന് കമ്പനിയെ MDയും മോശമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. കാരണം ഞാൻ എന്നൊരു വ്യക്തി ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾക്ക് ഞാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് ആ ഒരു ഇത് നോക്കുമ്പോഴെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ നഷ്ടമാണ് എന്ന് പറയാം. ആ ഒരു തിരിച്ചറിവിന്റെ ഇതിലാണ് ഞാൻ ഇത് പറയുന്നത്. ഇന്ന് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷെ ഇത് ഇവിടെ സൂചിപ്പിക്കാൻ ഉണ്ടായ കാരണം ഞാൻ ആ ഒരു കാരണം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു സബ്ജക്ട് എടുത്തത്. കാരണം എന്റെ ഒരു സംസാരം കേട്ടുകഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തിയിൽ മാറ്റം വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ടീമിനും കൂടി അത് നല്ലതാവാൻ ചിലപ്പോൾ ഉപകാരപ്പെടും, ചിലപ്പോൾ അവരെടുത്ത തീരുമാനങ്ങളിലായിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും നമ്മളുടെ കൂടെ നിന്നവരെ തള്ളി പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മോഹന വാഗ്ദാനങ്ങളിലൂടെ പോയിട്ട് ഉള്ള ആളുകളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാവുന്ന ഒരു നഗ്ന സത്യമാണ്. നമുക്ക് ഇന്ന് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത തന്നെ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രശ്നങ്ങൾ നമുക്ക് തന്ന വെറുതെ അല്ല, നമ്മളെ കുറെ കൂടി കഴിവുള്ള ആളുകളാക്കി മാറ്റാനായിട്ട് ചിലപ്പോ ഈ യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അനുഭവങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾക്ക് അപ്പുറം നമുക്ക് ഒരു പരിഹാരമുണ്ട്. അപ്പൊ ആ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾ തന്നതിനും അടുത്ത നല്ലൊരു നിലവാരത്തിലൂടെ നമുക്ക് ആവാൻ പറ്റിയതിനും നമ്മൾ എപ്പോഴും ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോ ഇവിടെ എൻ്റെ അടുത്ത് ഇദ്ദേഹം ഇപ്പൊ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന ഈ സാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാ സംസാരിച്ച. ഗോൾഡൻ ബെല്ലിനെ പൊക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ആരാണ് എന്താണെന്നൊന്നും പേരൊന്നും പറയുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മള് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ബയോടെറിയത്തിൽ ഉണ്ടാകും. ഇവിടെ കിട്ടുന്നത് വൈറ്റ് മണിയാണ്. മറ്റൊരു ബിസിനസിന്റെ ഒരു ഇതിൽ പോയിട്ട് തൽക്കാലത്തെ മോഹങ്ങൾക്ക് വേണ്ടി ചാടിയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു അനുഭവം ഉള്ളൊരു വ്യക്തി എന്ന നിലക്ക് ഞാൻ പറയുന്നു, നമ്മൾ എന്നും നമ്മുടെ ലീഡേഴ്സിനോടും നമ്മുടെ കമ്പനിയോടും ഇതുപോലെ വരുമാനം തരുന്ന ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ആ മനുഷ്യത്വത്തിനോടും അദ്ദേഹത്തിന്റെ ഫാമിലിയോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നന്ദി പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ വലിപ്പം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ ആയിരിക്കും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല.
നമ്മളെപ്പോഴും നല്ല മനസ്സിൽ ദൈവഭയവും നന്ദിയുള്ളവരുമായിട്ട് മാറണം. ടീമിലുള്ളവരെ എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ലീഡർ എന്ന നിലക്ക് ഒരു ബിസിനസ് മാത്രമല്ല, എപ്പോഴും നമ്മളൊരു മെന്ററും കൂടി ആയിരിക്കണം. ഇപ്പൊ എന്റെ ടീമിൽ എന്തെങ്കിലും ഒരു മാനസിക വിഷമം എന്റെ ടീമിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ പോലും ഞാൻ അതറിയാറുണ്ട്. അവർക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയമാണെന്നുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാന് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മളെപ്പോഴും ഒരു ലീഡർ എന്ന നിലക്ക് ഞാൻ അങ്ങനെ വലിയ ലീഡർ അല്ല, ലീഡർഷിപ്പിലുള്ള ഒരു ആളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോണം. കാരണം ബന്ധങ്ങൾക്കാണ് നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത്. ആ ബന്ധങ്ങളിൽ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നാം ചെയ്യേണ്ടത് ഒരിക്കലും ഇവിടെ ലീഡറാണ്, ഞാൻ വലിയൊരാളാണ് എന്നുള്ള ഒരു ഭാവം മാറ്റിയിട്ട് ഇത് നമ്മൾ ഒന്നാണ്, അല്ല ഈ ടീം ഒന്നാണ്. ഇപ്പൊ ബയോട്ടോറിയം ടീമിലാണെന്നുണ്ടെങ്കിൽ പോലും പല ടീമുണ്ട്. നമുക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ നോക്കിയാൽ അറിയാം പല ഗ്രൂപ്പുകളുടെ പേര് കാണാം. പക്ഷെ കേരള ബയോട്ടറി എന്ന് പറയുന്ന ഒറ്റ ടീമാണ്. ആ ഒറ്റ ടീമിന് ഒൺലി ബിസിനസ് ബയോട്ടറി എന്നുള്ളൊരു ഇതിനകത്തിട്ട് അപ്പൊ ക്രോസ് ലെഗ് ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അതിനൂടെയും പറയുക. കാരണം ആരെങ്കിലൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പോരാത്തതിന് എല്ലാവരും ഇപ്പൊ ഒരു ഏജ് 40 കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം, ജീവിതത്തിന്റെ പകുതി അനുഭവിച്ചു കഴിഞ്ഞതായിരിക്കും. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് ഇന്നത്തെ സൂമിലുള്ളത്. നമ്മളൊരാൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളത് പലതും കേട്ട് നിൽക്കേണ്ടി വരും. പക്ഷെ ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ വരുമാനത്തിന്റെ ഇത് കാണിച്ചിട്ടാ. നമ്മുടെ കമ്പനി ഇത്രത്തോളം വരുമാനം തരുമ്പോൾ ചില കാര്യങ്ങൾക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കൂടി കൊടുക്കണം. ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. മനസ്സിലായോ? ചില ആളുകള് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകള് ഉണ്ട്. അതും ഒരു വിഭാഗം ആളുകൾ എല്ലാത്തിലും സ്വാഭാവികമായിട്ടുണ്ടാകും. ഇനിയും ഒന്നുമില്ല, നമുക്ക് വിജയിച്ച് അടങ്ങുന്ന 100% നമ്മൾ തീരുമാനം എടുക്കുക. എനിക്ക് ഒരു ഉപകാരം ഇപ്പൊ നമ്മളുടെ ചിലപ്പോ നമുക്ക് ആ വ്യക്തിയോട് ചെന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ചിലപ്പോ മനസ്സുകൊണ്ട് അനുവദിക്കില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പറയണം. അവര് നേരിട്ടല്ലെന്നുണ്ടെങ്കിൽ പോലും വിജയിക്കേണ്ടത് ആരുടെ ആവശ്യവും? നമ്മളുടെ ആവശ്യവും. ഇപ്പൊ എനിക്ക് ചില വ്യക്തികളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഇഷ്ടപ്പെടാറില്ല. നമ്മ മനുഷ്യരല്ലേ. അപ്പൊ എല്ലാ കാര്യവും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ അത് ശീലിക്കണം. ആ വ്യക്തിയോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണം എന്നുള്ളതും, സ്വന്തമായിട്ട് ഒരു നല്ലൊരു വീട് വാങ്ങിക്കണം എന്നുള്ളതും, ഒരു നല്ലൊരു കാറ് വാങ്ങിക്കണം എന്നുള്ളതും, തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യണം എന്നുള്ളതും, ദുബായ് ട്രിപ്പ് അച്ചീവ് ചെയ്യണം എന്നുള്ളതും ഗോൾഡൻ ബെല്ലിന്റെ ആഗ്രഹമാണ്. എന്റെ ആഗ്രഹം വലുതാണെന്നുണ്ടെങ്കിൽ എന്റെ ടീമിലോട്ട് എനിക്കിത് പകർന്നു കൊടുത്തിട്ട് എന്റെ ആഗ്രഹത്തിനൊത്ത് എന്റെ ടീമിന്റെ ആഗ്രഹം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഗോൾഡൻ ബെല്ല് കറക്റ്റ് ആണോ ഇല്ലേ? ഗോൾഡൻ ബെല്ല് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഞാൻ വരച്ച വരിയിൽ കൂടി അവരും എന്റെ ടീമും കയറി വരുള്ളൂ. അപ്പൊ ചില ഇഷ്ടങ്ങൾ നമുക്ക്, അല്ലെ ചില പിടിവാശികളോ കുസൃതികളൊക്കെ ആവുക, ചിലപ്പോ നമുക്കത് ഈഗോ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂണിവേഴ്സിനോട് ആ വ്യക്തി ചെയ്ത നല്ല കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മൾ അവരോട് പറയുന്നില്ല നേരിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ 3 പ്രാവശ്യമെങ്കിലും നമ്മൾ നന്ദി പറയണം നമുക്ക് ചെയ്തു തന്ന കാര്യത്തിന്. അതും ഒരു ക്ഷമയുള്ളതാണ്. ആ വ്യക്തിയോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് അത് സ്വീകരിക്കും. നമുക്ക് അടുത്ത സൊല്യൂഷനിലോട്ട് പോകാൻ പറ്റും. നമ്മൾക്ക് പുതിയ പുതിയ വഴികൾ തുറന്നു തരും. നമുക്ക് ആരും ഒന്നും കയ്യിൽ കൊണ്ടു തരില്ല. നീ ഇതിലെ വാ ഗോൾഡൻ ബെല്ല്, ഈ വഴി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം എന്നല്ല ആരും പറയുന്നത്. നമുക്ക് ഓപ്പൺ ആയി കിട്ടും. നമ്മളുടെ വഴികളിലെ തടസ്സങ്ങൾ മാറി
ഓപ്പൺ ആയി കിട്ടും. ആ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ടീമിന് ആ യാത്ര വളരെ എളുപ്പമാകും. അപ്പൊ ആദ്യം ഇവിടെ മാറ്റം വരുത്തേണ്ടത് ലീഡേഴ്സ് ആണ്. ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഈ നന്ദി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ബിസിനസ്സുകൾ വരും. ഇത് നിർബന്ധമില്ല, സ്വീകരിക്കാൻ പറ്റുന്നവര് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ ഒരു ചായ കൊണ്ട് തന്നു, അമ്മയ്ക്കറിയാം, നമുക്കും അറിയാം. പക്ഷെ ഇപ്പൊ ജോലിക്ക് പോയിട്ട് വരുന്ന ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ജോലിക്ക് പോയി വന്ന വൈഫാണെന്നുണ്ടെങ്കിൽ പോലും കിച്ചണിൽ കയറി എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മ കാണുന്നത് ടേബിളിൽ കൊണ്ടുപോയി ഫുഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കറിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞു അല്ലെങ്കിൽ എരിവ് കുറഞ്ഞു, അത് അന്ന് വെച്ച കറിയുടെ ടേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. അപ്പൊ അല്ലെങ്കിൽ അമ്മ വെക്കുന്നത് പോലെ ആയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു നിമിഷം പറയാ അത് കുറച്ചും കൂടി അങ്ങനെ ചെയ്തെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനല്ലോ, ഒരു സ്നേഹത്തോടുകൂടി പറയാ, അല്ലെങ്കിൽ അതിനൊരു നന്ദി പറയാ. ഇത് മക്കൾ ഇന്നത്തെ യൂത്ത് പറയുന്ന, ഇപ്പൊ എന്റെ മക്കളാണെങ്കിൽ പറയും എന്തെങ്കിലും ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒറ്റയടിക്ക് പറയും അതെനിക്ക് വേണ്ട, തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഞാനെടുത്ത എഫക്റ്റിന് ഒരു യാതൊരു വിലയും ഇന്നത്തെ പിള്ളേരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കുറവാണ്. കാരണം യൂത്ത് ഇപ്പോഴത്തെ ഫുഡിന്റെ രീതികളിൽ നമ്മുടെ വീട്ടില് ചോറും കറികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫുഡിന്റെ രീതിയിലൊക്കെ കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം സ്വീകരിക്കാനായിട്ട് നമ്മളുടെ ആ ഒരു മാനസിക നിലയെ നമ്മൾ ഉയർത്തിയിരിക്കണം. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുത്. പക്ഷെ ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ ടീമാണ് നമ്മുടെ കരുത്ത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഒന്ന് ശീലമാക്കുക. നമ്മളുടെ അക്കൗണ്ടിൽ വരുമാനം വന്നെങ്കിൽ മാത്രമേ നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ പുലരിയെ സ്നേഹിക്കാനും ഇന്നിവിടെ ഇരിക്കാൻ സാധിച്ചതിലും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ നീ പോയിട്ട് നീ ഇതിലും നേരെ ഇരട്ടിയായിട്ടോ അല്ലെങ്കിൽ നീ വീണ്ടും പെന്നിലോട്ട് തന്നെ തിരിച്ചു വരണം എന്നുള്ള പറഞ്ഞിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരനെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം പോലെ വീണ്ടും വീണ്ടും നമ്മളുടെ അക്കൗണ്ടിലോട്ട് പണം വന്നുകൊണ്ടിരിക്കും. പണത്തെ ഒരിക്കലും നമ്മൾ അന്ധമായി സ്നേഹിക്കാതെ നമുക്ക് എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടത്താനുള്ളൊരു എമൗണ്ട് എന്നും നമ്മളുടെ ബയോട്ടേറിയം ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം. കാരണം ബയോട്ടേറിയം ഒരു ഫാമിലി ബോണസ് 100 PVK കിട്ടുന്നുണ്ടെങ്കിൽ അതിനെടുക്കുന്ന ഒരു എഫക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെ വ്യക്തികളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ട് ചെലവാകുന്നുണ്ട്. അപ്പൊ അത് ക്ലോസിങ്ങിൽ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു എക്സ്പെൻസ് കയ്യിൽ നിന്ന് ചെലവാകും. ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ വരുമാനമില്ലാത്തതിന്റെ പേരിൽ പല ബിസിനസ്സും ക്ലോസ് ചെയ്യാൻ പോവാനായിട്ട് പറ്റാറില്ല. അതും എനിക്കറിയാവുന്നതാ. അപ്പൊ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എല്ലാവരായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്തിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും ഒരു നന്ദി പറയാം. ഞാൻ വിശ്വസിക്കുന്നു ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടുള്ള എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു അവസരം തന്നതിന് KBC എല്ലാ ടീം മെമ്പേഴ്സിനോടും എന്റെ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സൂമില് നമ്മളുടെ പ്രമുഖ വനിതാ ഈ ബയോട്ടോറിയം ഫാമിലിയുടെ നാടിയും വന്ദനവുമായ നമ്മളുടെ ഗോൾഡൻ ബെല്ലിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് വളരെയധികം സ്വാഗതം. എന്തുകൊണ്ട് അത് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിസ്സാരമായ സംഗതികൾ
ചെറിയ രീതിയിൽ അവതരിപ്പിച്ച് നിസ്സാര സമയം കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ച ഗോൾഡൻ ബെല്ലിന് എന്റെ പേരിലും ഫാമിലി ഇബൈ ഓഡിറ്റോറിയത്തിന്റെ പേരിലും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മളുടെ ഈ സൂം കൺക്ലൂഡ് സെക്ഷനിലേക്ക് പ്രിയങ്കരിയായ നമ്മളുടെ മിനി മാം ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. മിനി മാമിനെ ഞാൻ ഈ കൺക്ലൂഡ് സെക്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ആന്റണി സാർ. ഞാൻ തിരക്കിലാണ്, അതുകൊണ്ട് വീഡിയോയിലേക്ക് വരുന്നില്ല. സോറി. താങ്ക് യു. ഒരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു വിളി ഏറ്റവും എന്താ പറയണ്ടേ, നന്ദിയോടുകൂടി തന്നെ തുടങ്ങുകയാണ്. കാരണം വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗോൾഡൻ ബെൽ മാം നന്ദി അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു വാക്ക് അല്ലെ, അതൊരു വെറും വാക്ക് മാത്രമല്ല, അത് നമ്മുടെ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അല്ലെ വലിയൊരു പ്രകടനമാണ് നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു വേർഡിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് ഉടനീളം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിനോടും അല്ലെ, ഇന്ന് ഈ ഒരു പ്രഭാതം കാണാൻ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെ, നമ്മുടെ പ്രകൃതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ അല്ലെ നമ്മുടെ പേരൻസിന് എല്ലാം നന്ദി അല്ലെ, നന്ദിയുള്ളവരാകുവാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ ബന്ധങ്ങൾ ദൃഢമാക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു പോസിറ്റീവ് വൈബ് അല്ലെ, പോസിറ്റീവ് ഊർജം നമുക്ക് കിട്ടും. അല്ലെ, നമുക്ക് വിനയം നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നന്മ അല്ലെ, നന്മയൊക്കെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ സാധിക്കുകയാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം നമ്മളെല്ലാവരും ഓരോ ദിവസവും നമ്മുടെ പുലരി അല്ലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക. ഏറ്റവും ഉപരി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖല അല്ലെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മേഖല ബിസിനസ് ആണ്. അതിന് നമുക്ക് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിന് നമുക്ക് വഴി ഒരുക്കി തന്ന അല്ലെ, നമ്മളെ ഇതിലേക്ക് നമ്മൾ പല മേഖലകളിൽ നിന്നിട്ടും ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്ത വ്യക്തികളുണ്ടായിരിക്കാം. അപ്പൊ അതിന് ദൈവം നമുക്ക് എന്താ പറഞ്ഞ ഒരു അവസരം തന്നതിന് ദൈവത്തോട് തന്നെ നന്ദി പറയാം. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്ത് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമാണ് അല്ലെ, പ്രത്യേകിച്ച് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് നമ്മുടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിന്റെയൊക്കെ ഒരു പ്രാധാന്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിന് ജെന്യൂൻ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ഒരു 140 കോടിയിലധികം ജനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു 70 അല്ലെ 80 ലക്ഷത്തിൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം ശരിക്കും നമുക്ക് ഇതിനെപ്പറ്റി നമ്മളൊന്ന് ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് മറ്റുള്ള ആളുകളോട് ചോദിക്കും, നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി ഈ ഒരു ബിസിനസിന്റെ മാന്യത അല്ലെ മഹത്വം നിങ്ങൾ കണ്ടു അല്ലെ മറ്റവര് പറയുന്നത് കേട്ടല്ലേ അവരെ ഇവരെ തൃപ്തിപ്പെടുത്താതെ നമ്മൾക്ക് ഇതിനകത്ത് രക്ഷപ്പെടാനായിട്ടൊരു മാർഗം ദൈവമായിട്ട് കാണിച്ചു തരണം. അത് മുന്നും പിന്നും നോക്കണ്ട, അവിടെ ഇവിടെ ആര് പറയും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതിനകത്തെ റിയാലിറ്റി അല്ലെ ഇതിന്റെയൊക്കെ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും. ഇത് നല്ല രീതിയിൽ നമുക്ക് പോകണം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ടോട്ടൽ ഇന്ത്യയുടെ ഒരു ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു 19,000 കോടിയുടെ ടേൺ ഓവർ ആയെങ്കിൽ ഇന്ന് 2025 ആകുമ്പോഴേക്കും ഏകദേശം ഒരു 2025 അല്ലെ 26 ആകുമ്പോഴത്തേനും ഒരു 70,000 കോടി ടേൺ ഓവർ വരുന്ന ഒരു വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് വളരാൻ പോകുന്നത്. ഇത് നമ്മൾ എപ്പോഴും പ്രോഗ്രാമിലൊക്കെ കേൾക്കുന്നതാണ്. ഫിക്കി KPMG പോലുള്ള ഓർഗനൈസേഷനിലൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് എന്താണ് പലരും ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണ പുലർത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവര് അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെ മൊത്തത്തിലല്ല ഇതെല്ലാം ഫേക്കാണ് അല്ലെങ്കിൽ ഇതൊരു എന്താണ് ഫ്രോഡാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്താ പറയണ്ടേ, ഈ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ അപാരമാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യൽ സ്കില്ല്, ഇങ്ങനെ എന്താ പറയണേ എന്നെ തന്നെ എനിക്ക് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യം ശരിയാണ് ടീച്ചിങ് ആയിരുന്നു മേഖല എങ്കിൽ പോലും നമ്മൾ ഈ ഒരു മേഖലയിൽ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ക്ലാസ്സുകൾ, കാര്യങ്ങൾ, ട്രെയിനിങ്ങൾ, ഇങ്ങനെ കുറേയേറെ കഴിവുകൾ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അപ്പം ഇത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ നമ്മളൊന്നും മനസ്സിലാക്കുക, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം ചെറുതല്ല.
അപ്പം നമ്മുടെ കമ്പനി വളരെയധികം അപ്ഡേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതൊരു കമ്പനിയും അപ്ഡേഷൻ ഉണ്ടോ ആ കമ്പനിയുടെ വളർച്ചയാണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു അപ്ഡേഷൻ ഇന്നൊരു അപ്ഡേഷൻ മാറ്റി നമ്മൾ അതൊന്നും ചിന്തിക്കണം. കമ്പനിയുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് കൊടുക്കാം, അതായത് നമുക്ക് ഇതിനകത്ത് എന്ത് കൊടുക്കാൻ പറ്റുമോ, അല്ലെ നമുക്ക് ഇവിടെ എന്താണ് ഒരു സെയിൽ കൊടുത്തോ. ഇവിടെ സാഗർ ജോഷി സാർ 4-ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് മാത്രം നിങ്ങൾ നോക്കുക. മാക്സിമം നമുക്ക് വിജയിക്കാൻ, അല്ലെ നമ്മുടെ തലമുറയെ തന്നെ വിജയിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഇൻഡസ്ട്രി, അല്ലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ദൈവം കൊണ്ട് തന്നിരിക്കുന്നത്. അത് ആരാണോ സ്വീകരിക്കുക, അതായത് ആർക്കാണോ അത് മനസ്സല്ലെ ആരാണോ അത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവർക്ക് ഇവിടെ വിജയം സുനിശ്ചിതമാണ്. നമ്മൾ വാശിയോടുകൂടി തന്നെ നമ്മൾ ഇറങ്ങും, അല്ലെ പലരും അല്ലെ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കി അറിയാം. വാശിയോടുകൂടി അല്ലെ ചെയ്യുകയാണെങ്കിലാണ് പലതും സക്സസിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാശിയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെ പല വ്യക്തികളെയും അല്ലെ പല നോർമൽ വ്യക്തിയെയും എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റിയതും അവരുടെയൊക്കെ വാശി തന്നെയാണ്. അല്ലെ പലതവണ തോറ്റിട്ടും പലതവണ പരാജയപ്പെട്ടിട്ടും അവിടെ ഒക്കെ പതറാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആളുകളായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താകാനാണോ ആഗ്രഹമുള്ളത് അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാനിരിക്കും. അല്ലെ അത് നേടാനായിട്ട് ഒരു വാശി വളർത്തുക മനസ്സിനുള്ളിൽ എന്ന് മാത്രം നിങ്ങളോട് പറയണം. അതിൽ കൂടെ നിങ്ങൾക്ക് വലിയൊരു വിജയം സുനിശ്ചിതമാകുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, അത് തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ മാറ്റങ്ങളും അല്ലെ തുടക്കത്തിൽ എന്തായിരിക്കാം കഠിനമാണ്, അല്ലെ നമ്മൾ എന്ത് ചെയ്യുക, ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേനും നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് വരുമ്പോഴായിരിക്കും നമ്മൾ അവിടെ താഴ്ന്നു പോകുന്നത്. അല്ലെ ആ സമയത്ത് അല്ലെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ബിസിനസ് ആണ്. അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി കറക്റ്റ് ഒരു ഏർണിങ്സ് അല്ലെ ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല ടോപ്പ് ലെവൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്, അല്ലെ ഭയങ്കര മാനസികമായിട്ട് നല്ലൊരു സന്തോഷമൊക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, അതായത് അല്ലെ നമ്മൾ ഏറ്റവും താഴ്ന്ന് നിൽക്കുന്ന സമയത്തും നമ്മളുടെ ബെസ്റ്റ് നമ്മൾ പുറത്തെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ വരുമാനം കിട്ടുമ്പോൾ മാത്രം നല്ല ഹാപ്പി, വരുമാനം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ തളർന്നിരിക്കുക, ഡെസ്പ് ആ ടൈമിൽ എന്ത് ചെയ്യുക, നമ്മളുടെ ബെസ്റ്റ് പുറത്തെടുക്കുക. ഈ ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ ഞാൻ പഠിച്ച പാഠങ്ങളിൽ വെച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് കഞ്ഞി വെക്കാൻ അരി ഇല്ലെങ്കിൽ പോലും ബിരിയാണി കഴിച്ച രീതിയിൽ ആ ഒരു പ്രതീതി ആയിരിക്കണം നമ്മൾ, ആ ഒരു രീതിയിൽ വേണം. കാരണം അല്ലാതെ ഈ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന മേഖല ബിസിനസ് ആണ്. അപ്പൊ അതിനകത്ത് കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം. നമുക്ക് ആ ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ബെസ്റ്റ് ഔട്ട്കം നമ്മൾ പുറത്തേക്ക് എടുക്കുക. ആ സമയത്ത് ടീമിനെ ചേർത്ത് നിർത്തി അവരുടെ ഒപ്പം നിൽക്കുന്നവരായിരിക്കും യഥാർത്ഥ ഒരു ലീഡർ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.